ഹായ് ഫ്രണ്ട്സ്, കേറ്റഡ് കാറ്റഗറി 3 ഫിസിക്കൽ സയൻസിലെ കെമിസ്ട്രിയുടെ ക്ലാസ്സസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മോഡൽ ഓഫ് ആറ്റം, ഡിഫറെൻറ്റ് ആറ്റം മോഡൽസിനെ കുറിച്ചിട്ടാണ് പഠിച്ചത്. പല ആൾക്കാർ പ്രപ്പോസ് ചെയ്ത ആറ്റം മോഡൽസിനെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. സിലബസ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് 3 ആറ്റം മോഡലാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ജെ തോംസൺസ് ആറ്റം മോഡൽ, സെക്കൻഡ് വൺ റൂദർഫോർഡ്സ് ആറ്റം മോഡൽ, ആൻഡ് ദ തേർഡ് വൺ ഈസ് ബോർസ് മോഡൽ ഓഫ് ആറ്റം. ഇതിൽ നമ്മൾ ജെ തോംസൻ്റെ ആറ്റം മോഡലും റൂദർഫോർഡിൻ്റെ ആറ്റം മോഡലും ഓൾറെഡി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ലാസ്റ്റ് മോഡലായിട്ടുള്ള ബോർസ് മോഡൽ ഓഫ് ആറ്റം. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആറ്റം എങ്ങനെയാണ് ഇരിക്കുന്നത്, എന്തൊക്കെയാണ് അതിലുള്ള പ്രത്യേകതകൾ എന്നൊക്കെ അദ്ദേഹം കുറേ പോസ്റ്റുലേറ്റ്സ് തരികയുണ്ടായി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പോസ്റ്റുലേറ്റ് നോക്കാം. ഫസ്റ്റ് വൺ, ദ ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ എ ഫിക്സഡ് സർക്കുലർ പാത്ത് കോൾഡ് ഓർബിറ്റ്സ്. അദ്ദേഹമാണ് ഓർബിറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നമുക്കറിയാം, ന്യൂക്ലിയസിന് ചുറ്റും നമ്മുടെ ഇലക്ട്രോൺസ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്ന ഈ ഒരു പാത്തിന്, ഈ ഒരു വഴിക്ക് അദ്ദേഹം പേരിട്ടതാണ് ഓർബിറ്റ്സ്. ഓർബിറ്റ്സ് അല്ലെങ്കിൽ സ്റ്റേഷനറി സ്റ്റേറ്റ് എന്നോ അലൗഡ് എനർജി സ്റ്റേറ്റ് എന്നോ പറയാം. Okay, next one, the electron will move from lower energy state to higher energy state by absorbing energy. അതായത് ഈ 1 എന്ന് പറയുന്നത് ഏറ്റവും താഴത്തെ എനർജി കുറഞ്ഞ ലോവർ എനർജി സ്റ്റേറ്റ് ആണെന്ന് ഇരിക്കട്ടെ. ഈ 2 എന്ന് പറയുന്നത് ഹയർ എനർജി സ്റ്റേറ്റ് ആണെന്ന് ഇരിക്കട്ടെ. എനർജി കൂടിയ സ്റ്റേറ്റ്, എനർജി കുറഞ്ഞ സ്റ്റേറ്റ്. എനർജി കുറഞ്ഞ സ്റ്റേറ്റിലിരിക്കുന്ന ഇലക്ട്രോൺ എനർജി കൂടിയ ഒരു സ്റ്റേറ്റിലേക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഇലക്ട്രോൺ എനർജി അബ്സോർബ് ചെയ്യണം. ഇലക്ട്രോൺസ് എനർജിയെ അബ്സോർബ് ചെയ്ത് ലോവർ എനർജി സ്റ്റേറ്റ് E1-ൽ നിന്നും ഹയർ എനർജി സ്റ്റേറ്റ് E2-ലേക്ക് ജമ്പ് ചെയ്യുന്നു. സെയിം തന്നെ ഹയർ എനർജിയിൽ നിന്നും ലോവർ എനർജിയിലേക്കാണ് ഇലക്ട്രോൺ വരണമെങ്കിൽ ഇലക്ട്രോൺ എന്ത് ചെയ്യും? എനർജിയെ റിലീസ് ചെയ്യുമെന്ന് പറയാം. ഓക്കെ, അതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ദ ഇലക്ട്രോൺ വിൽ മൂവ് ഫ്രം ലോവർ സ്റ്റേറ്റ്, സ്റ്റേഷനറി സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഓർബിറ്റ്സ് തന്നെയാണ്. അതുതന്നെയാണ് അലൗഡ് എനർജി സ്റ്റേറ്റ്. അപ്പോൾ സ്റ്റേഷനറി സ്റ്റേറ്റിന് പകരം എനർജി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാലും തെറ്റില്ല. ഓക്കെ, സോ ദ ഇലക്ട്രോൺ വിൽ മൂവ് ഫ്രം ലോവർ എനർജി സ്റ്റേറ്റ് അല്ലെങ്കിൽ ലോവർ സ്റ്റേഷനറി സ്റ്റേറ്റ് ടു ഹയർ സ്റ്റേഷനറി സ്റ്റേറ്റ് ബൈ, നമ്മൾ പറഞ്ഞു ഇവിടെ, അബ്സോർബിങ് എനർജി. അപ്പോൾ ഈ ഒരു പോയിൻ്റ് ബൈ അബ്സോർബിങ് എനർജി, ഇത് ഓർത്ത് വെക്കുക. അടുത്തത്, മുകളിൽ നിന്ന് ഹയറിൽ നിന്ന് ലോവറിലേക്ക് വരണമെങ്കിൽ എന്ത് ചെയ്യണം? എമിറ്റ് ചെയ്യണം എനർജി, അല്ലെങ്കിൽ എനർജിയെ റിലീസ് ചെയ്യണം. ദ ഇലക്ട്രോൺ വിൽ മൂവ് ഫ്രം ഹയർ എനർജി സ്റ്റേറ്റ് ടു ലോവർ എനർജി സ്റ്റേറ്റ് ബൈ എമിറ്റിംഗ് എനർജി. ഓക്കെ, ഇനി ഈ അബ്സോർബ് ചെയ്യുന്നതും എമിറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള ആ എനർജി ഡിഫറൻസ്, അല്ലെങ്കിൽ 2 ലെവലുകൾ തമ്മിലുള്ള ആ എനർജിയിലുള്ള ഡിഫറൻസിനെ നമുക്ക് ഡെൽറ്റ ഇ എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്യാം. സോ ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു E2 മൈനസ് E1. അതാണ് തേർഡ് വൺ. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ദ ആംഗുലാർ മൊമെൻറ്റം. ആംഗുലാർ മൊമെൻറ്റം നമ്മൾ പഠിച്ചിട്ടുണ്ട് മുൻപേ. ആംഗുലാർ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു m/v/r. ഓക്കെ, സോ ആംഗുലാർ മൊമെൻറ്റം ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ ദീസ് ഓർബിറ്റൽ, ഈ ഓർബിറ്റലിൽ കൂടി കറങ്ങുന്ന ഇലക്ട്രോൺസിൻ്റെ ആംഗുലാർ മൊമെൻറ്റം mvr എന്ന് പറയുന്നത് n/h/2π ഈക്വൽ ആണ്. ഇസ് ആൻ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ. എന്താണ് ഇൻറ്റഗ്രൽ എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ n ഇസ് ഈക്വൽ ടു 1 2 3 4 എക്സെട്ര. ഓക്കെ, ഫസ്റ്റ് ഓർബിറ്റിലാണെങ്കിൽ n1 ആണ്, സെക്കൻഡിലാണെങ്കിൽ n2 ആണ്, അങ്ങനെ പോകും. സോ ആംഗുലാർ മൊമെൻറ്റം mvr ഇസ് ഈക്വൽ ടു n/h/2π. ഇത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലംസ് വരാറുണ്ട്, അപ്പോൾ അത് നന്നായിട്ട് ഓർത്ത് വെക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബോറിൻ്റെ ആറ്റം മോഡലിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന പോസ്റ്റുലേറ്റ്സ്. അപ്പോൾ നന്നായിട്ട് നോക്കുക, നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. സോ ഇതോടുകൂടി എല്ലാ ആറ്റം മോഡലും നമ്മൾക്ക് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ 3 ആറ്റം മോഡലും നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോവുക. ഓരോ ആറ്റം മോഡൽസിനും പറഞ്ഞിരിക്കുന്ന പല പല പേരുകളുണ്ട്. നമ്മൾ ഫസ്റ്റ് ജെ തോംസൻ്റെ കേസിൽ തന്നെ വാട്ടർമെലൺ മോഡൽ, റൈസിൻ പുഡിംഗ് മോഡൽ, പ്ലം പുഡിംഗ് മോഡൽ, അങ്ങനെ പല പേരുകൾ പറഞ്ഞിരുന്നു. റൂദർഫോർഡ് കേസിൽ പ്ലാനറ്ററി മോഡൽ, സോളാർ സിസ്റ്റവുമായിട്ട് ഉപമിച്ചിരുന്നു. അതുപോലെ ബോറാണ് ഇവിടെ നമ്മുടെ ഓർബിറ്റ്സ് എന്ന് പറഞ്ഞൊരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അബ്സോർബ് ചെയ്യുന്ന എനർജി വെച്ചിട്ട് നമുക്ക് ഇലക്ട്രോൺസിനെ ലോവറിൽ നിന്നും ഹയറിലേക്കും
എമിറ്റ് ചെയ്ത് ഹയറിൽ നിന്ന് ലോവറിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കും. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതും എല്ലാം വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കി വെക്കുക. എല്ലാം കൂടെ തിരിഞ്ഞു പോകരുത്, ഓരോന്നും വളരെ സ്പെസിഫൈ ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയുമാണ് പഠിക്കാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ പ്രപ്പോസ് ചെയ്ത മോഡലുകളിൽ കുറച്ച് പോരായ്മകളുണ്ടായിരുന്നു. അതെന്തൊക്കെയാണെന്ന് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.